ഹലോ നമസ്കാരം. ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കൊല്ലത്ത് നടന്നൊരു പ്രകടനത്തെക്കുറിച്ചാണ്. പ്രകടനം എന്ന് പറയുമ്പോൾ ഒരു 2-3 ദിവസമായതേ ഉള്ളൂ, 2 ദിവസമായതേ ഉള്ളൂ. അതിപ്പോൾ വൈറലായിട്ടുണ്ട് മൊത്തത്തിൽ. നമ്മുടെ CPM-ൻ്റെ അഥവാ DYFIയുടെയൊക്കെ നേതാവായ ചിന്താ ജെറോം, ഞങ്ങളൊക്കെ സ്ട്രീറ്റ് ജെറോം എന്ന് പറയും. പിന്നെ അവരുടെ നേതൃത്വത്തിൽ കോൺഗ്രസിനെതിരെ, KSUവിനെതിരെ ഒരു പ്രകടനമാണ് നടന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇപ്പോൾ ആ ഒരു കോമാളിത്തരം നടന്നുകൊണ്ടിരിക്കുക. ഒരു നാടകം ഉണ്ടല്ലോ, മറ്റേ വീണ ജോർജിനെ ആക്രമിച്ചു, പരിക്കേൽപ്പിച്ചു, പെടലി പിടിച്ച് ഓടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു നാടകമായിരുന്നു. പക്ഷേ അത് കയ്യിൽ നിന്ന് പോയി ഇവരുടെ കാര്യം. വേറൊന്നുമല്ല, ഈ CPM-ൻ്റെ ഒരു 95% നേതാക്കന്മാർക്കും ഈ വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ടെന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളാണല്ലേ. അതിൻ്റെ ഇടയ്ക്ക് ചിന്ത പറയുന്നുണ്ട്, അച്ഛനില്ല നേരത്ത് അമ്മയ്ക്ക് ഉണ്ടായ പട്ടികളെന്നോ അങ്ങനെയൊക്കെ വളരെ മോശമായ രീതിയിൽ അവളിപ്പോൾ തുറന്നാലും അങ്ങനെ പറയത്തുള്ളൂ. ഇത് പറയാൻ കാര്യം, ഒരു 10-12 വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലത്തൊരു പ്രോഗ്രാം നടക്കാൻ നേരത്ത് ABPയുടെ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പോവുകയുണ്ടായി. അപ്പോൾ DYFIയുടെ SFIയുടെ എന്തോ പ്രോഗ്രാമായിട്ട് ഈ സ്ട്രീറ്റ് ജെറോം അവിടെ ഉണ്ടായിരുന്നു. പുള്ളിക്കാരി അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട്, RSSകാർക്കും ABPക്കാർക്കും ഒക്കെ അമ്മയും പെങ്ങളെയൊക്കെ തിരിച്ചറിയണമെങ്കിൽ കയ്യിൽ രാഗി കെട്ടണമെന്ന്. ഒന്നാലോചിക്കുക, രക്ഷ കെട്ടണം, കയ്യിലെ രക്ഷാബന്ധനെ കുറിച്ചുള്ളൊരു ആരോപണമൊക്കെയാണ് അവളത് പറയുന്നത്. അതിന് അവിടെ വിവരമൊന്നും മനസ്സിലാക്കണം നമ്മൾ. കാര്യം, എന്താണ് രാഗി അല്ലെങ്കിൽ എന്തിനാണ് രക്ഷാബന്ധൻ നടത്തുന്നതെന്ന് പോലും അറിയാതെ വായി തോന്നുന്ന തോന്നിവാസങ്ങൾ വിളിച്ച് പറയുന്ന ഇവളെയൊക്കെ സത്യം പറഞ്ഞ അന്നേ CPM നേതാക്കന്മാരായിട്ട് ഇങ്ങനെ വളർത്തി കൊണ്ടുവരുമായിരുന്നു. അല്ലെങ്കിൽ അവർക്ക് അങ്ങനെയുള്ളവരെ വേണ്ടത്. കാര്യം, ആ കയ്യിരിപ്പുകൊണ്ടാണ് ഭാരതത്തിൽ പല സംസ്ഥാനത്തും ഭരണത്തിലുണ്ടായിരുന്ന, ഈ ഭരണത്തിലും സ്വാധീനത്തിലും ഉണ്ടായിരുന്ന ഇവരെ തൂത്ത് ഒരു മൂലയ്ക്കാക്കി വെച്ചേക്കുന്നത്. ഒന്നാലോചിക്കുക, ഈ ഒരു ഗുണം കൊണ്ടാണ്. കാര്യം, വായി തോന്നി എന്തും വിളിച്ച് പറയും, എന്ത് തെമ്മാടിത്തരോ. അതിപ്പോൾ BJPക്കെതിരെയോ കോൺഗ്രസിനെതിരെയോ നാട്ടുകാർക്കെതിരെയോ ഇനി എന്തോ ആയിക്കോട്ടെ, എന്തിനെതിരെ അവർ വിളിച്ച് പറയും. അതാണ് അവരുടെ പരിപാടി. അവർ അംഗീകരിക്കത്തുമില്ല അവരെ സംബന്ധിച്ച്. അന്നേരം പറഞ്ഞു വന്നു വെച്ചാൽ, അത്രയ്ക്കും വൃത്തികെട്ടൊരു സംസാരവും രീതികളൊക്കെയാണ് ഈ സ്ട്രീറ്റ് ജെറോമിൻ്റെയൊക്കെ നേതൃത്വത്തിൽ, അഥവാ ചിന്താ ജെറോമിൻ്റെയൊക്കെ നേതൃത്വത്തിൽ നടന്നത്, ഇനി നടക്കാൻ പോകുന്നത്. അപ്പോൾ അവളെ അതിനെ ന്യായീകരിച്ചുകൊണ്ടൊക്കെ വന്നിട്ടുണ്ട്, സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് ന്യായീകരിക്കുന്നുണ്ട്. അങ്ങനെ എന്തോ വിളിച്ചതിൻ്റെ കൂട്ടത്തിൽ വിളിച്ച് പോയതാണ്, പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു പോയതാണ്, ഒന്നുമല്ല, ഒരു ചുക്കുമല്ല. അവൾ മനസ്സിൽ നിന്ന് തന്നെ KSUകാർക്കോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർക്കോ എതിരെ വളരെ പ്ലാൻഡായിട്ട് അവൾ വിളിച്ചതാണ്. പക്ഷേ അത് ഇപ്പോൾ പഴയ പോലെ അല്ലല്ലോ. സോഷ്യൽ മീഡിയ ഒക്കെ വളരെ സജീവമാണ്, ചോദ്യം ചെയ്യും ആൾക്കാർ. പണ്ടത്തെ പോലുള്ള പരിപാടികളൊന്നും അവർക്ക് നടക്കത്തില്ല. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഒന്നുമില്ല, ഇങ്ങനെ ഈ പറഞ്ഞ എന്ത് തോന്നിവാസമൊക്കെ വിളിച്ചിട്ടൊക്കെ പോയിരുന്നു. CPM-ൻ്റെയൊക്കെ പ്രകടനങ്ങളൊക്കെ കണ്ടാൽ മതി. പഴയ പ്രകടനങ്ങളൊക്കെ ചില യൂട്യൂബിലൊക്കെ മൈനോട്ടായിട്ട് ചില വീഡിയോകൾ കിട്ടും, നോക്കിയാൽ മതി. എന്ത് വളരെ ക്രൂരമായ രീതിയിലാണ് ഈ രാഷ്ട്രീയ എതിരാളികളോട് അവർ പെരുമാറുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരെ ആ മുദ്രാവാക്യത്തിൽ, ചിലപ്പോൾ മുദ്രാവാക്യം കേട്ടിട്ട് പോലും പേടിച്ചു പോകും ആൾക്കാർ. കാര്യം, ആ രീതിയിലുള്ള സംസാരങ്ങളും പ്രകടനങ്ങളും ഘോഷങ്ങളും ഒക്കെയാണ് അവർ നടത്താറുള്ളത്. അപ്പോൾ ഈ ചിന്താ ജെറോം ഇനിയിപ്പോൾ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ മത്സരിക്കാനൊക്കെ സാധ്യത ഉണ്ടെന്ന് പറയുന്നത് കുണ്ടറയിലൊക്കെ. ഇവളെ എന്തായാലും തോൽപ്പിക്കും, ഒരു സംശയം വേണ്ട. കാര്യം, ഇങ്ങനെ ഇത്രയ്ക്കും വളരെ മോശമായ രീതിയിൽ സംസാരിക്കുന്ന, അല്ലെങ്കിൽ ഇത്രയും വളരെ വൃത്തികെട്ട നേതാവാണ് ഇവൾ കേട്ടോ. ഇവളെ കണ്ടു പഠിച്ചു വരുന്ന ഒരുപാട് പേര് DYFIയിലും SFIയിലൊക്കെ ഉണ്ട്. മാത്രമല്ല, ഈ മുതിർന്ന നേതാക്കന്മാർ, നല്ല കുറച്ച് നേതാക്കന്മാരും നമ്മുടെ കൊല്ലത്തൊക്കെ ഉണ്ട്. പക്ഷേ ഇവരാരും ഇവളൊന്നും തിരുത്താൻ പോകത്തില്ല. കാര്യം, പാർട്ടി അവരുടെ കയ്യിൽ നിന്ന് പോയിട്ട് ഇപ്പോൾ ഈ ചിന്തയുടെയൊക്കെ ഗ്യാങ്ങിൻ്റെ കയ്യിൽ, ചിന്തയുടെയും ഈ അതുപോലെ കോട്ടയത്ത് ജേക്ക് C. തോമസ്, ഷോ, അങ്ങനെ കുറേ ഷോ നടത്തുന്ന കുറേ ആൾക്കാരുടെ കയ്യിലാണ് ഇപ്പോൾ CPM. ഏതാണ്ട് ഒരു പരുവമായിട്ടുണ്ട്. ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി CPM-ൻ്റെ കാര്യത്തിലൊരു വലിയ തീരുമാനമാകും, അല്ലെങ്കിൽ ഇവരെല്ലാം കൂടി ആക്കും. അങ്ങനെയാണ് നേതാക്കന്മാരുടെ പ്രസ്താവനകൾ, ഹിന്ദു വിരുദ്ധ പ്രസ്താവനകളാണ് ഏറ്റവും കൂടുതൽ ഈ CPM നേതാക്കന്മാർ നടത്തുന്നത്. രണ്ടാമത്, ഈ രീതിയിലുള്ള വളരെ വൃത്തികെട്ട രീതിയിൽ, അത് ഉദ്യോഗസ്ഥരായാലും പോലീസുകാരായാലും ഏത് വളരെ മോശമായ രീതിയിലുള്ള പ്രകടനങ്ങളും സംസാരങ്ങളും പെരുമാറ്റ രീതികളും ഒക്കെയാണ് ഇവർ ചെയ്യുന്നത്. അത് ജനങ്ങൾ മനസ്സിലാക്കുക, നമ്മളൊക്കെ മനസ്സിലാക്കുക. ചുറ്റുപാടുള്ള രാഷ്ട്രീയമായിക്കോട്ടെ, എല്ലാവർക്കും രാഷ്ട്രീയം വേണം. മനസ്സിലൊക്കെ രാഷ്ട്രീയം ഉണ്ടാവണം. രാഷ്ട്രീയം ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇന്ത്യയിൽ രാഷ്ട്രീയം ഉണ്ടാവണം. രാഷ്ട്രീയം ഒരു പ്രശ്നമല്ല. എന്ത് രാഷ്ട്രീയത്തിൽ നമുക്ക് അങ്ങോട്ടും വിശ്വസിക്കാം. പക്ഷേ ഈ രീതിയിലുള്ള സംസാരങ്ങളും അതൊക്കെ ഒന്നുകിൽ ആ പാർട്ടി തള്ളി പറയാൻ തയ്യാറാവണം. ആ പാർട്ടി തള്ളി പറയത്തില്ല. അപ്പോൾ നമ്മളാണെന്ന് മനസ്സിലാക്കേണ്ടത്. നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിക്കുക. എവിടെപ്പോലുള്ള ആൾക്കാരൊക്കെ ഇലക്ഷൻ വന്ന് നിൽക്കുമ്പോൾ ഒരു കാരണവശാലും വോട്ട് കൊടുത്ത് ജയിപ്പിക്കില്ല. കാര്യം, ജയിപ്പിച്ച് ഇതിൻ്റെ അപ്പുറം കാണേണ്ടി വരും. ഇപ്പോൾ നമ്മൾ ഇത്രയല്ലേ കണ്ടുള്ളൂ. ഇവളൊക്കെ ജയിച്ചിട്ട് MLA ഒക്കെ ആയാലും ഒരു മന്ത്രിയൊക്കെ ആവുകയാണെങ്കിൽ ഇതിൻ്റെ ഇരട്ടി ഈ ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കേണ്ടിയും വരും, കാണേണ്ടിയും വരും. ഇവിടുത്തെ ജനങ്ങളെന്ന് പറയുമ്പം ഇവിടുത്തെ ഉദ്യോഗസ്ഥർ, വിദ്യാർത്ഥികളെ, വാർദ്ധക്യത്തിൽ എത്തിയവരെ, ഇവിടുത്തെ മുഴുവൻ ആൾക്കാരും, ഇവിടുത്തെ പ്രകൃതിയിലെ സർവ്വ ചരാചരങ്ങളിലും പെട്ട എല്ലാവരും ഇത് അനുഭവിക്കേണ്ടി വരും.
ഓക്കെ, ഇത്രേ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളൂ. ഇന്നത്തെ വീഡിയോ നമ്മുടെ സ്ട്രീറ്റ് ജെറോമിന് വേണ്ടിയിട്ടാണ്. സ്ട്രീറ്റ് ജെറോമിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അഥവാ ചിന്താ ജെറോം, പടപ്പക്കരക്കാരിയായ ചിന്താ ജെറോം, CPMൻ്റെ മണ്ടത്തരങ്ങൾ എന്നും വിളിച്ച് പറയുന്ന, വാ തുറന്നാൽ മണ്ടത്തരങ്ങൾ വിളിച്ച് പറയുന്ന ചിന്താ ജെറോമിൻ്റെ കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതുപോലുള്ള വീഡിയോകളുമായി ഇനിയും കാണാം. ജയ് ഹിന്ദ്.